ഗുരുവും പരബ്രഹ്മമൂർത്തിയായ ഈ ഭൂമിയിൽ അവതരിച്ച സാക്ഷാൽ ദൈവമായ ശിവഗിരിവാസൻ ഓം ശ്രീനാരായണ പരമഗുരുവിൻ്റെ തൃപ്പാദ പത്മങ്ങളിൽ പ്രണമിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ മേടമാസത്തിലെ തിരിച്ചതൈ മുതൽ സമാരംഭം കുറിച്ച 100 ദിന പൂജാ സമർപ്പണത്തിൽ ശിവകുടുംബം സീസൺ 2 ഇതിൽ ജനനി നവരത്ന മഞ്ജരിയുടെ 4-ാം പദ്യമാണ് ഈ ഉള്ളവന് വ്യാഖ്യാനം നൽകി അവതരിപ്പിക്കാനുള്ളത്. മഹാഗുരുവിൻ്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഉള്ളവൻ ഇതിന് അർഹനായി തീർന്നിരിക്കുന്നത്. ഭഗവാന്റെ ദേവീസ്തുതികളിൽ ഏറ്റവും ഉന്നതമായ 9 രത്നങ്ങൾ കോർത്തിണക്കിയ കൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. മഹാഗുരു ദേവിയെ സർവനാഥയായും എല്ലാമായും വെള്ളമായും ആകാശമായും ഭൂമിയായും മനുഷ്യനായും നരിയായും എല്ലാം ദേവി തന്നെയാണെന്നും സർവ്വലോകവും ദേവിയാണെന്നും മറ്റെല്ലാം മായയാണെന്നും നമ്മെ ഈ കൃതിയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ 4-ാമത്തെ പദ്യം ഒന്ന് ആലപിക്കാം. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഫണിനാരായിടുന്നു കുടവും പാരായിടുന്നതിനു നേരായിടുന്നുലകം ഓരായിലുണ്ടഖിലവും വേരായ നിൻ കഴലിലാരാധനം തരണാരാതിൽ ഇന്നൊരു വരം നേരായി വന്നിടുക വേറാരുമില്ല ഗതി ഹേ രാജയോഗ ജനനീ. അമ്മേ, ചിന്തിച്ചു നോക്കിയാൽ തിരയെന്ന് നാം വിളിച്ചു പോരുന്നത് വെള്ളം മാത്രമാണ്. കയറിലുണ്ടെന്ന് തോന്നുന്ന പാമ്പ് വെറും കയറ് മാത്രമാണ്. കുടമായിരിക്കുന്നത് മണ്ണ് തന്നെയാണ്. ഈ ഉദാഹരണങ്ങൾക്ക് തുല്യമാണ് ഈ ദൃശ്യമായ ലോകത്തിൻ്റെ ഉണ്മയും. അത് സത്യമായിരിക്കുന്ന അറിവിൽ നിന്ന് അഥവാ നിന്നിൽ നിന്ന് വേറായിരിക്കുന്നില്ല. നീ തന്നെയാണ് സർവവും. സത്യം കണ്ടറിയാത്തിടത്തോളം കാലം ഈ ലോകമെല്ലാം ഉള്ളത് തന്നെയെന്ന് തോന്നും. രാജയോഗത്തിന് ജനനിയായിട്ടുള്ളവളെ, സകലതിനും ആദിമൂലമായിരിക്കുന്ന നിന്റെ പാദത്തിൽ ആരാധന ഏറ്റവും അടുത്ത് വന്നിരുന്ന് അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആരാധന അർപ്പിക്കുന്നതിന് നീ ലഭ്യമായിത്തീരുന്ന ഒരു വരം ഉടനെ തരണം. അത്യാകാംക്ഷയോടെ ഇരിക്കുന്ന എൻ്റെ നേരെ വന്ന് അനുഗ്രഹിക്കുക. നിന്നെ പ്രാപിക്കുകയല്ലാതെ മറ്റൊരു ലക്ഷ്യം എനിക്കില്ല. നിന്നെ പ്രാപിക്കുന്നതിന് നീയല്ലാതെ ഒരു മാർഗവുമില്ല. അമ്മേ, ചിന്തിച്ചു നോക്കുമ്പോൾ തിരയിലുള്ള സത്യം വെള്ളമാണെന്ന് മനസ്സിലാക്കും. കയറിൽ കണ്ട പാമ്പ് സത്യമല്ല, കയറ് മാത്രമാണെന്ന് സത്യവും ബോധ്യപ്പെടും. കുടത്തിൻ്റെ രൂപത്തിലിരിക്കുന്ന മണ്ണ് മാത്രമാണെന്ന് കണ്ടെത്തും. അതുപോലെയാണ് ഈ ലോകത്തിൻ്റെ സ്ഥിതിയും. കാണുന്നതല്ല സത്യം, നീയാണ് സത്യം. ഇങ്ങനെ അന്വേഷിച്ചു സത്യം മനസ്സിലാക്കാത്തിടത്തോളം കാലം ഈ ലോകം ഉള്ളതുപോലെ തന്നെ തോന്നുകയും ചെയ്യും. രാജയോഗത്തിന് ജനനിയായിട്ടുള്ള ഉള്ളവളെ ഏറ്റവും അടുത്ത് വന്നിരുന്ന് നിന്റെ പാദത്തിൽ ആരാധന നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ഉള്ള വരമാണ് നീ എനിക്ക് തരേണ്ടത്. അമ്മേ, കടൽപ്പരപ്പിൽ പൊന്തിവരുന്ന തിരകൾക്ക് എണ്ണമില്ല. ഓരോ തിരയും ഓരോ തരത്തിലുള്ളതാണ്. ഓരോന്നിനുമുണ്ട് അതിൻ്റെതായ വ്യക്തിത്വം. ഇങ്ങനെ രൂപത്തിലും ഭാവത്തിലും വലിപ്പത്തിലും ശക്തിയിലും ഒക്കെ പലതായിരിക്കുമ്പോഴും
എല്ലാ തിരയിലും ഇരിക്കുന്ന സത്യം ഒന്ന് തന്നെയാണ്. ആ സത്യം വെള്ളമാണ്. വെള്ളത്തിൻ്റെ പല രൂപങ്ങളാണ് എല്ലാ തിരകളും. തിരയുടെ രൂപത്തിൽ പൊന്തി വരുന്നതിന് മുമ്പ് അത് വെള്ളമായിരുന്നു. തിരയായിരിക്കുമ്പോഴും വെള്ളം തന്നെയാണ്. തിര അമർന്നു കഴിഞ്ഞാലും ഉള്ളത് വെള്ളം മാത്രം. നാശമില്ലാതെ സ്ഥിതി ചെയ്യുന്ന വെള്ളത്തിൽ ഉണ്ടായി മറയുന്ന വടുവ് മാത്രമാണ് തിര. പക്ഷെ ഇത് മനസ്സിലാക്കുന്നത് പുറമേ കാണുന്ന രൂപങ്ങൾക്ക് പിന്നിലിരിക്കുന്ന സത്യം കണ്ടെത്താനുള്ള അന്വേഷണം നടത്തുമ്പോൾ മാത്രമാണ്. അതുപോലെയാണ് ഈ ലോകവും. എണ്ണിയാൽ ഒടുങ്ങാത്ത രൂപങ്ങളോടും നാമങ്ങളോടും കൂടിയതായി ഇവിടെ കാണുന്ന സകലതിനും നിറഞ്ഞിരിക്കുന്ന പൊരുൾ ഏകമാണ്. അതാണ് നീ. നീ ശാശ്വതയാണ്. നിന്നിൽ ഉയർന്നു മറയുന്ന തിരകൾ മാത്രമാണ് ഞങ്ങളെല്ലാം. തിരയുടെയും കടലിൻ്റെയും ഉദാഹരണത്തിൽ മനസ്സിലാക്കിയത് ഈ പ്രപഞ്ചത്തിലുള്ള സകലവും നിന്നിൽ നിന്ന് ഉയർന്ന് നിന്നിൽ തന്നെ അമരുന്നതിന് ഇടയാക്കുന്ന നിന്റെ അത്ഭുത വൈഭവമാണ്. അത് സത്യമായിട്ടുള്ളത് നീ മാത്രമാണ്. സത്യമായിരിക്കുന്ന നീ അനശ്വരയാണ്. സത്യത്തിൻ്റെ കൈവരുന്ന രൂപങ്ങളാകട്ടെ അഥവാ ഭാവങ്ങളാകട്ടെ നശ്വരവുമാണ്. ഈ തത്വം വെളിപ്പെടുത്തുവാൻ ഉപകരിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ് മണ്ണും കുടവും. കാര്യകാരണങ്ങളുടെ ഏകതയും ഇത് വ്യക്തമാകും. കുടം ഉണ്ടാകുന്നതിന് മണ്ണ് വേണം, അല്ലെങ്കിൽ അതുപോലെ ഉള്ള ഒരു വസ്തു വേണം. അതായത് മണ്ണിൽ നിന്നാണ് കുടം ഉണ്മയായി വന്നത്. ഇവിടെ മണ്ണ് കാരണമാണ് കുടവും കാര്യവും. മണ്ണ് നശിപ്പിക്കുന്നത് ഒരു വസ്തുവല്ല, മണ്ണ് നശിപ്പിക്കാവുന്ന ഒരു വസ്തുവല്ല. കുടം ഉടച്ചു കളയാം. മണ്ണ് തന്നെയാണ് കുടത്തിൻ്റെ രൂപത്തിലിരിക്കുന്നത്. അതായത് കാരണം തന്നെയാണ് കാര്യരൂപത്തിലിരിക്കുന്നത്. കാരണം മാത്രമാണ് സത്യം. കാര്യം സ്വയം ഒരു സത്യമല്ല. ഇതുപോലാണ് ലോകവും. നീയാണ് കാരണമായ സത്യം. നീയാകുന്ന മണ്ണിൽ ഉണ്ടായി വരുന്ന കുടങ്ങളാണ് ഞങ്ങളെല്ലാം. നിന്നെ വിട്ട് ഞങ്ങളില്ല, ഈ ലോകവുമില്ല. ഇത് സൂക്ഷ്മമായി അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചാലുള്ള സ്ഥിതിയാണ്. അങ്ങനെയുള്ള ശ്രമം നടത്തിയെങ്കിലോ അപ്പോൾ വെള്ളത്തെ സത്യമായി കാണാതെ തിരികെ സത്യമായി കാണാം. മണ്ണിനെ സത്യമായി കാണാതെ കുടത്തെ സത്യമായി കാണും. കയറിനെ സത്യമായി കാണാതെ പാമ്പിനെ സത്യമായി കാണും. നിന്നെ സത്യമായി കാണാതെ ഇക്കാണുന്ന ലോകം തന്നെയാണ് സത്യമെന്ന് കരുതും. അതാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. സത്യം അറിയാത്തവർക്ക് ഈ ലോകവും അതിലെ സത്യങ്ങളും ഒക്കെ ഉള്ളത് തന്നെയാണ്. ലോകമുള്ളത് പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ഉള്ളതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ദുഃഖത്തിന് നിവാരണമാണ് വേണ്ടത്. ദുഃഖത്തിന് നിവാരണം വാസ്തവത്തിൽ നാം സത്യം അന്വേഷിക്കുന്നുണ്ട്. സത്യം അറിഞ്ഞെത്തുമ്പോൾ നീയും ഞാനും ഞെരുക്കലമരുന്നതായ യോഗാനുഭൂതിയായി. അതുതന്നെയാണ് രാജയോഗം. സകലതിനും വേരായിരിക്കുന്ന അഥവാ മൂലകാരണമായിരിക്കുന്ന നീയാണല്ലോ. ഞാനായിരിക്കുന്ന നീയാണ്. ഞാൻ നിന്നിൽ നിന്ന് അന്യമല്ല എന്ന രാജയോഗ രഹസ്യം ബോധ്യപ്പെടുത്തുന്നത് നീ തന്നെ. അത് ബോധ്യപ്പെടുത്തുന്നത് എൻ്റെ മിടുക്കുകൊണ്ട് കൈവരുന്നൊരു കാര്യമല്ല. എൻ്റെ അന്വേഷണ ബുദ്ധിയായിരിക്കുന്നത് നീയാണല്ലോ. അതിനാൽ നിന്റെ അനുഗ്രഹം തന്നെ വേണം എല്ലാ സത്യങ്ങളും കണ്ടു മനസ്സിലാക്കാൻ. അതുകൊണ്ട് നിന്റെ പാദങ്ങളിൽ ആരാധന നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ പാദകമലങ്ങളുടെ ഏറ്റവും അടുത്ത് വന്നിരുന്ന് ആരാധന നടത്തുവാനാണ് ഞാൻ കൊതിക്കുന്നത്. നിന്റെ പാദങ്ങളോടുള്ള സാമീപ്യം ഏറ്റവും അടുത്തതും നിരന്തരവുമായി തീരുന്നത് എന്നെ തന്നെ ഒരു പൂജാപുഷ്പമായി നിന്റെ പാദത്തിൽ അർപ്പിക്കുമ്പോഴാണ്. ഇത്തരത്തിൽ നിന്റെ പാദകമലങ്ങളിൽ ആരാധന നടത്താനുള്ള ഒരു വരമാണ് വരദായയായ അമ്മേ നീ തരേണ്ടത്. നിന്റെ വരദാനം കൊണ്ട് ആരാധന ചെയ്യുവാൻ കഴിവുള്ളവനായി ഞാൻ നിന്നിലേക്ക് അടുക്കും. ഒപ്പം നീ എന്നിലേക്ക് നേരിട്ടെടുക്കും. രണ്ടു വശത്തു നിന്നുള്ള ഈ അടുക്കലാണ് രാജയോഗ രഹസ്യം. അതുകൊണ്ട് നീ തരേണ്ട ഒരു വരത്തിനുമുണ്ട് രണ്ട് വശമെന്ന് തോന്നിപ്പോകുന്നു. ഞാൻ നിന്നിലേക്ക് ആരാധകനായി അടുക്കുന്നതും നീ വാത്സല്യപൂർവ്വം എന്നിലേക്ക് അടുക്കുന്നതും വാസ്തവത്തിൽ ഈ രണ്ടും ചേർന്നാണ് ഞാൻ ചോദിക്കുന്ന ഒരു വരം. അതുകൊണ്ടല്ലേ ഒരു വരം എന്നതിന് രണ്ടിൻ്റെ നടുക്ക് വെച്ചുകൊണ്ട് ഈ വരി എഴുതിയിരിക്കുന്നത്. വാഗ്ദേവതയായ നിനക്ക് ഈ രഹസ്യം അറിയാൻ പാടില്ലാത്തതല്ലല്ലോ. നീയുമുള്ള രാജയോഗമല്ലാതെ മറ്റൊന്നിനെയും ഞാൻ ജീവിതത്തിൽ ലക്ഷ്യമായി കാണുന്നില്ല. ജീവിതത്തിന് അർത്ഥം നൽകുന്നത് നീ ആയിരിക്കുമ്പോൾ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും നേടേണ്ടതായിട്ടുണ്ടെന്ന് എങ്ങനെ വിചാരിക്കും? നീ ആകുന്ന പരമഗതി പ്രാപിക്കാനുള്ള വഴി ആയിരിക്കും നീ തന്നെയാണല്ലോ അറിവായിത്തീരുന്നത്.
അന്വേഷണം നടത്തുന്നത്. ഈ ജീവിതത്തിൻ്റെ അർത്ഥമായിരിക്കുന്നതും നീ തന്നെ. ലക്ഷ്യവും മാർഗവും നീ തന്നെ. അമ്മേ, സകലതിനും ഐശ്വര്യദായിനിയായ അമ്മേ, അമ്മയുടെ അനുഗ്രഹം എന്നും ഞങ്ങളിൽ ഉണ്ടാകണമേ. ഭഗവാനെ, ശ്രീനാരായണ പരമഗുരുവേ, അങ്ങയുടെ തൃപ്പാദ പത്മങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ആ തൃപ്പാദ പത്മങ്ങളിൽ ലയിക്കുവാൻ ഞങ്ങളെ ഈ ഭക്തന്മാരെ അനുഗ്രഹിക്കണേ. ഭഗവാനെ, നാരായണ മഹാഗുരുവേ, ശിവഗിരിവാസ, ആ മഹാപീഠത്തിലിരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാ സഹോദരങ്ങളെയും ഈ ലോകത്തുള്ള സർവ്വജീവിജാലങ്ങളെയും അങ്ങ് കാണുന്നുണ്ടല്ലോ. അങ്ങയുടെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും എല്ലാ ജീവികളും എല്ലാ ചലനങ്ങളും ഈ ഭൂമിയിൽ നടക്കുന്നത്. ഭഗവാനെ, ഭൂമിയിലെ സ്വർഗമായ ആ ശിവഗിരിയുടെ മണ്ണിൽ വന്നിരുന്ന് ആ കാറ്റിൻ്റെ ഗന്ധമേറ്റ് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ വണങ്ങി എൻ്റെ ജീവിതം സഫലമാകാൻ അനുഗ്രഹിക്കണമേ. മഹാഗുരുവേ, ഞങ്ങളിൽ കാരുണ്യം ചൊരിയണമേ. ഈ ലോകത്ത് നടക്കുന്ന സർവ്വദോഷങ്ങളെയും അങ്ങയുടെ തൃക്കണ്ണാൽ മാറ്റിത്തരണമേ. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ ആൾക്കാർക്കും രോഗപീഠകളിൽ നിന്നും മാറ്റി എല്ലാ ഹൃദയങ്ങളിലും അങ്ങ് കുടികൊണ്ട് എല്ലാവരെയും നല്ല ഭക്തരാക്കി തീർത്ത് എല്ലാവരെയും കൃതികൾ ആലപിക്കാനുള്ള കഴിവുള്ളവരാക്കി തീർത്ത് എല്ലാ നന്മകളും നൽകണമെന്ന് മഹാഗുരുവെ അങ്ങയോട് ഇതാ അപേക്ഷിക്കുന്നു. മഹാഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എന്നെന്നും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിർത്തട്ടെ. നിങ്ങളുടെ ആത്മസഹോദരൻ പ്രസാദ് താളങ്കൽ.